മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു നമ്മുടെ CHSL SSC CHSL എന്ന് പറയുന്ന പോസ്റ്റ്. സോ CHSL പോസ്റ്റ് പലരും സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ മികച്ചൊരു പോസ്റ്റാണിത്. സോ ഇതിന്റെ ഈ വർഷത്തെ അതായത് 2026 നോട്ടിഫിക്കേഷൻ ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 2025 റിസൾട്ട് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മൾ ഇത് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ഉപരി എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്നുള്ളതും കൂടി, അതായത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ, അതായത് ബാക്കിയുള്ള പോസ്റ്റുകൾ ഇപ്പോൾ SSC MTS ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നല്ലൊരു പോസ്റ്റ് തന്നെയാണ് SSC കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ +2 ലെവലിൽ വിളിക്കുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് യോഗ്യത ഉണ്ടായിട്ടും പലരും ഇത് അപ്ലൈ ചെയ്യാൻ അറിയാതെ പോകുന്നുണ്ട്, വിട്ടു പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പോസ്റ്റുകൾക്ക് ഒരുപാട് പേർക്ക് ഫെമിലിയർ ആവുകയും അതിന് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മികച്ച പോസ്റ്റ് തന്നെയാണ് SSCന്റെ CHSL എന്ന് പറയുന്ന പോസ്റ്റ്. എന്തായാലും ഇതിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനടി വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ SSCന്റെ കലണ്ടർ കാണാൻ സാധിക്കും. സോ ഇതിൽ ഇപ്രാവശ്യം നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല, കാരണം ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതായത് കുറെ ഡിലേ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറേ അധികം ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ ഡിലേ വരുന്നതുകൊണ്ട് ഇതിൽ പറയുന്ന വ്യൂ ഓൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കലണ്ടർ ലഭിക്കും. പക്ഷേ ആ കലണ്ടർ ഇപ്പം കറക്റ്റ് പ്രോപ്പർ ടൈമിങ്ങിനൊന്നും അല്ല വരുന്നത്. എന്തായാലും നോട്ടിഫിക്കേഷൻ വരാനായിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ, +2 ഉള്ളവർക്ക് നല്ല മികച്ച അവസരം തന്നെയാണ്. അവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഇതിന്റെ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ടാബ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ മറ്റേത് പോസ്റ്റിന്റെ റിസൾട്ട് നോക്കുന്നതാണെങ്കിലും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഒരു സുഹൃത്ത് ഇന്നലെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഡൽഹി പോലീസിന്റെ റിസൾട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി പോലീസിന്റെ ഒക്കെ റിസൾട്ട് കാണാനായിട്ട് അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കാം. CGL അതുപോലെ തന്നെ ഒരു പോസ്റ്റിന്റെ ഇവിടെ MTSന്റെ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിലവിൽ ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് ഫൈനലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ +2 ലെവൽ എക്സാമിനേഷന്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 10+2 SSC നടത്തുന്ന എക്സാമിന്റെ റിസൾട്ട് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് റൗണ്ട് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ, അതായത് റിസൾട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എന്തായാലും സെക്കൻഡ് റൗണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ആദ്യം ഉദ്യോഗാർത്ഥിന്റെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫാദർ നെയിം, മദർ നെയിം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിലൂടെ രജിസ്റ്റർ നമ്പർ, അതായത് റോൾ നമ്പർ സെർച്ച് ചെയ്യുന്നതിലൂടെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. DEO, അതുപോലെ തന്നെ LDC, അതുപോലെ JSA, അതുപോലെ JHAA, ഇങ്ങനെ നിരവധി പോസ്റ്റിലേക്കാണ് ഈ ഒരു എക്സാമിനേഷൻ വഴി ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്പർ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3507 ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല മികച്ചൊരു അവസരം തന്നെയായിരുന്നു SSC വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രം മതി. മികച്ചൊരു അവസരമാണ് ഇത്. +2 മതി അപേക്ഷിക്കാനായിട്ട്. 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് മറ്റ് ഹൈറ്റോ ഫിസിക്കലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി, +2 ഉണ്ടാകുക. അതുപോലെ 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ SC ST OBCക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ കൂടി നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ മികച്ച അവസരമാണ്. വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളവർക്ക് ഇപ്പം ഈ ഒരു രീതിയിൽ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ SSCന്റെ സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്.